മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നേഴ്സസ് ടൈമിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. മാസത്തിൻ്റെ ഈ 4ാമത്തെ ആഴ്ചയിൽ എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ ഒത്തിരി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് ലോകം മുഴുവനുമുള്ള എല്ലാ നേഴ്സുമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. അതെ എൻ്റെ സഹോദരങ്ങളെ, നീ ഏതവസ്ഥയിലാണോ, യാതൊരു വ്യവസ്ഥയും കൂടാതെ 2 കൈയും നീട്ടി നിന്നെ പൊന്നോമനക്കുട്ട എന്ന് വിളിക്കുന്ന തമ്പുരാൻ, സ്വന്തം പേര് ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തി നിന്നെ മകനെ മകളെ എന്ന് മാടി വിളിക്കുന്ന തമ്പുരാൻ ഒരു ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ ഇതാ നിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ഈ നിമിഷം നിൻ്റെ വേദന എന്താണോ, നിന്നെ അലട്ടുന്ന ദുഃഖം ഏതാണോ, എന്തുമാവട്ടെ, നീ ഏതവസ്ഥയിലുമായിക്കൊള്ളട്ടെ, ഒരു കാര്യം മാത്രം ഉറച്ചു വിശ്വസിക്കുക: നിന്റെ സഹായം കർത്താവിൽ നിന്ന് വരുന്നു. അതെ, നമ്മുടെ സഹായകനായ ദൈവത്തെ നമുക്കൊന്നു ചേർന്ന് ആരാധിക്കാം, സ്തുതിക്കാം. ദുബായ് നഴ്സസ് മിനിസ്ട്രിയും ദുബായ് സെൻറ്റ് മേരീസ് ചർച്ചിലെ പ്രിയപ്പെട്ട ലെനി അച്ഛനും ചേർന്ന് നയിക്കുന്ന ഈ ആരാധനയിൽ നമുക്കേവർക്കും പ്രാർത്ഥനാപൂർവ്വം പങ്കുകൊള്ളാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. ഞങ്ങൾ ആരും നശിച്ചു പോകാതെ നിത്യജീവൻ സ്വന്തമാക്കുവാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയെ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഉണ്ടാകട്ടെ എന്ന വചനത്താൽ ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച ദൈവം, ലാസറിനെ ഉയർപ്പിച്ച ദൈവം, തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തിയ ദൈവം, കുഷ്ഠരോഗിയെ സുമുഖനാക്കിയ ദൈവം, ഇന്നലെയും ഇന്നും ജീവിക്കുന്നവനായ ക്രിസ്തു ഈ അരുളിക്കയിൽ സജീവനായി എഴുന്നള്ളിയിരിക്കുന്നു. നമ്മുടെ മധ്യേ ആയിരുന്നു കൊണ്ട് നമ്മെ നോക്കി
കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മോശയെ വിളിച്ച കർത്താവ് ഇതാ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. സങ്കീർത്തനം 46:10 വചനം ഇപ്രകാരം പറയുന്നു, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. നിന്റെ കുറവുകളോടും ബലഹീനതകളോടും കൂടെയാണ് ദൈവം നിന്നെ വിളിക്കുന്നത്. അതെല്ലാം ആ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുക. നിന്നെ പൂർണ്ണമായും ഏറ്റെടുക്കുവാൻ തയ്യാറായി നിന്റെ ദൈവം നിന്റെ മുൻപിൽ നിൽക്കുന്നു. ആ ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടി നമുക്ക് ആരാധിക്കാം. ഈ നിമിഷം ലോകത്തിലുള്ള 2 കോടി നേഴ്സുമാരെ ഈശോയുടെ തിരുസന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ലോകത്തിലുള്ള എല്ലാ നേഴ്സുമാരും ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്ന ആ ദിവ്യ സ്നേഹത്താൽ നിറയപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിലുള്ള 2 കോടി നേഴ്സുമാരും വിശുദ്ധരായി തീരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബങ്ങളെ തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം. ഇരുകരങ്ങളും ഈശോയുടെ നേർക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സർവശക്തിയോടെ ജീവിക്കുന്നവനായ കർത്താവിൻ്റെ സജീവ സാന്നിധ്യം ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ ദൈവത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ ആരാധന, സ്തോത്രം. കർത്താവേ മഹത്വം, മഹത്വം, മഹത്വം. ഈശോയെ മഹത്വം, ആരാധന, 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 ആരാധന. കർത്താവേ മഹത്വം, മഹത്വം, മഹത്വം. ഈശോയെ മഹത്വം. തമ്പുരാനെ, തമ്പുരാനെ ഒത്തിരി ആരാധന. എന്റെ തമ്പുരാനല്ലേ ഈശോയെ, അങ്ങേക്ക് നന്ദി ഈശോയെ. ഈശോയെ സ്തോത്രം, മഹത്വം, മഹത്വം, മഹത്വം. ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്വീകരിക്കണമേ പ്രഭോ. ഇസ്രായേലിൻ നായക, എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ. സ്വീകരിക്കണമേ പ്രഭോ. ഈ നിമിഷം നമ്മെ മുറിപ്പെടുത്തിയ വ്യക്തികള് വാക്കുകൊണ്ട് പ്രവർത്തികൾ കൊണ്ട് എല്ലാം മുറിപ്പെടുത്തിയ ഓരോ വ്യക്തികളെയും ഈശോയുടെ തിരുസന്നിധിയിലേക്ക് നമുക്ക് കാഴ്ചവെക്കാം. സോദരനോടുള്ളതാ പകയെന്നിൽ നിന്നകറ്റാ, എൻ്റെ ഹൃദയം നിർമ്മലമായി നീയൊരു കിടണേ. എൻ പാപമെല്ലാം മായ്ക്കുവാൻ നിൻ രക്തത്താൽ എന്നെ കഴുകണേ. നിന്നിൽ ഞാനൊന്നായി ലയിക്കുവാൻ നിൻ രക്ഷാമാർഗ്ഗത്തിൽ നടത്തണേ. നിൻ
മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യം. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായത് എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. തിരുവോസ്തിയിൽ വാഴുന്ന ഞങ്ങളുടെ സ്നേഹമുള്ള തമ്പുരാനെ, അങ്ങയുടെ ആത്മാവിൻ്റെ ഫലമായ വിശ്വാസം കൊണ്ട് ഞങ്ങളെ പൂരിതരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങൾ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും എന്ന് മർത്തയോട് അരുളി ചെയ്ത കർത്താവേ, ജീവിതത്തിൻ്റെ തകർച്ചയുടെയും സഹനത്തിൻ്റെയും മേഖലകളിൽ അങ്ങയോടുള്ള വിശ്വാസത്തിൻ്റെ വലിയൊരു തുറവി ലോകത്തുള്ള എല്ലാ നേഴ്സുമാരുടെയും ഹൃദയത്തിലേക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടപ്പെട്ടിരിക്കുന്ന ലോകത്തുള്ള 2 കോടി നേഴ്സുമാരുടെയും വിവിധങ്ങളായ ആവശ്യങ്ങൾ, പ്രത്യേകിച്ചും ജോലി മേഖലയുമായി ബന്ധപ്പെട്ട അവരുടെ ഓരോരോ ആവശ്യങ്ങളെയും പുനതമ്പുരാനെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. ഈശോയെ, എല്ലാം അറിയുന്നവനാണല്ലോ അങ്ങ്. ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ നേഴ്സുമാരുടെയും വ്യക്തിപരമായ ദുഃഖങ്ങൾ ഈശോയെ അങ്ങ് അറിയുന്നുവല്ലോ. എൻ്റെ ഈശോനാഥ, അവരുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങയുടെ ശാന്തി ഈ നിമിഷം ഒഴുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ സ്നേഹം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ സ്നേഹത്താൽ നിറഞ്ഞ് ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകുന്ന ദീപങ്ങളായി വർത്തിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കരുണ തോന്നണമേ. സ്നേഹസ്വരൂപനായ ഈശോനാഥ, ലോകമെമ്പാടുമുള്ള 2 കോടി നേഴ്സുമാരുടെ ജോലി മേഖലകളെ ഈ നിമിഷത്തിൽ തിരുസ്വരൂപനായ ഈശോനാഥ അവിടേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞങ്ങൾ അങ്ങേ അറിയാതിരുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾ ജോലി ചെയ്തത് അല്പം പോലും അങ്ങേ ഓർക്കാതെ, അങ്ങേ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാതെയായിരുന്നു നാഥ. ആ അവസ്ഥയെ ഓർത്തുകൊണ്ട് നാഥ, ഞങ്ങൾ ഒത്തിരി വേദനിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ഇനിയുള്ള ജീവിതം അങ്ങേക്കായി സമർപ്പിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നാഥ. ഞങ്ങളുടെ മേലധികാരികളിൽ നിന്ന് ഏറ്റ പീഡനങ്ങൾ, രോഗികളിൽ നിന്നും ഏറ്റ നിന്ദനങ്ങൾ, ഞങ്ങളുടെ കടുത്ത ജോലി ഭാരം എല്ലാം ഈശോയെ ഒത്തിരി ആന്തരിക മുറിവുകളായി ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നു ചേർന്നു നാഥ. അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ കഴുകണമേ ഈശോയെ. അതിക്രൂരമായ കുരിശുമരണത്തിലൂടെ സഹനത്തിൻ്റെ മാതൃക ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഈശോയെ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ജോലി മേഖലകളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ചെറുതും വലുതുമായ ഓരോ സഹനങ്ങളും ദിവ്യകാരുണ്യനാഥ, നിന്റെ കുരിശിനോട് ചേർത്ത് വെച്ച് സഹിക്കുവാനുള്ള വലിയ കൃപ കർത്താവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെ അവിടുന്ന് ഏറ്റെടുക്കണമേ ഈശോയെ. ഈ നിമിഷം ലോകമെമ്പാടുമുള്ള 2 കോടി നേഴ്സുമാരും ജോലി ചെയ്യുന്ന മേഖലകളിലേക്ക് അവിടുന്ന് കടന്നു ചെന്നുകൊണ്ട് അങ്ങയുടെ തിരുരക്തം ഓരോ നേഴ്സുമാരുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്നേഹിക്കുന്നു എൻ കർത്താവേ, എല്ലാരേക്കാൾ
തമ്പുരാനെ, ജോലി മേഖലയിൽ വ്യാകുലത അനുഭവിക്കുന്ന നഴ്സുമാരെ ഈ നിമിഷം അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളിലുള്ള അകാരണമായ ഭയത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും കർത്താവെ, ഞങ്ങൾക്ക് അത്ഭുതകരമായ വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെയ്യുന്ന ജോലികൾക്കിടയിൽ തെറ്റുപറ്റുമോ എന്നുള്ള ആകുലത, ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനുള്ള ധൈര്യക്കുറവ്, ഞങ്ങളുടെ ആന്തരിക മുറിവുകളിൽ നിന്നുള്ള വിവിധ ഭയത്തിൻ്റെ തലങ്ങളിലേക്ക് എല്ലാം ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത തമ്പുരാനെ, കടന്നു വരുന്ന അങ്ങയുടെ സജീവ സാന്നിധ്യം ഞങ്ങളുടെ ഭയത്തിൻ്റെയും ആകുലതയുടെയും മേഖലകളിൽ നിന്നും വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ പിതാവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന കനിവോടെ സ്വീകരിക്കണമേ. ഭയപ്പെടേണ്ട മകനേ, മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ, ഞാൻ നിന്റെ കൂടെയില്ലേ. സ്നേഹസ്വരൂപനായ തമ്പുരാനെ, ലോകത്തിലുള്ള 2 കോടി നേഴ്സുമാരെ കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദുർഘടമായ മേഖലകളിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരെ പ്രത്യേകിച്ചും അങ്ങ് കരുതണമേ. യുദ്ധക്കളങ്ങളിലും കലാപങ്ങളിലും സ്വാതന്ത്ര്യമായി ഓടിയെത്തുന്ന നേഴ്സുമാരെ സമർപ്പിക്കുന്നു. ജീവിതമേറ്റം കഠിനമായ കാലാവസ്ഥയിൽ ജോലി ചെയ്യുന്ന മക്കളെ ഈ നിമിഷം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പകർച്ചവ്യാധികളുടെ നടുവിൽ നിന്നുകൊണ്ട് പടവെട്ടുന്ന നേഴ്സുമാരെയും മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്ന നേഴ്സുമാരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള ഒരു കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും എന്ന് സക്കറിയ 2:5 പറഞ്ഞ കർത്താവേ, ആ പ്രകാരം ഈ മക്കൾക്ക് ചുറ്റും പരിശുദ്ധാത്മാവിനാൽ അഗ്നി കൊണ്ടുള്ള കോട്ട കെട്ടി സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ സകല മർത്യരുടെയും ദൈവമാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ എന്നരുളി ചെയ്ത യേശുനാഥ, ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും, പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്ന നേഴ്സുമാരെ അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നേഴ്സിംഗ് പഠനത്തിന് ശേഷം ജോലി ലഭിക്കാതെ ഈ പ്രൊഫഷൻ തന്നെ ഉപേക്ഷിച്ചേക്കാമെന്ന് ചിന്തിക്കുന്ന മക്കൾ, ഒത്തിരി പ്രാവശ്യം ഇൻ്റർവ്യൂ ഒക്കെ പരാജയപ്പെട്ട മക്കൾ, ഈ മക്കളെയൊക്കെയും യേശുവേ അവിടുത്തെ ജീവിക്കുന്ന സാന്നിധ്യത്തിന് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. യെശയ്യാ 45:2 പ്രകാരം, കർത്താവായ യേശുവേ, നീ ഞങ്ങൾക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യണമേ. ലോകമെമ്പാടും ഈ ആരാധനയിൽ പങ്കുകൊണ്ടിരിക്കുന്ന എല്ലാ നേഴ്സുമാരിലേക്കും ഈ അൾത്താരയിലെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി ഒഴുകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുഞ്ഞേ പൊന്നോമനേ, നിന്റെ ദൈവം ഞാനല്ലയോ. ഇടറല്ലേ, പതറല്ലേ, കരയല്ലേ, നീ അഭയമേകാൻ ഞാൻ കൂടെയില്ലേ. എൻ്റെ കുഞ്ഞേ പൊന്നോമനേ, നിന്റെ ദൈവം ഞാനല്ലയോ. നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ കർത്താവേ, നിന്റെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളെ
നിന്റെ മാറോട് ചേർത്ത് ആ പരമദിവ്യ സ്നേഹജ്വാലയിൽ മുക്കി ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മുറിയപ്പെട്ട ഓ ദിവ്യകാരുണ്യമേ, ഒരിക്കലും വറ്റാത്ത ഈ നീരുറവയിൽ നിന്നും ആവോളം കോരിക്കുടിക്കുവാൻ ഞങ്ങളുടെ ആധ്യാത്മിക മേഖലകളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. അമിതമായ ജോലിഭാരം മൂലം ആധ്യാത്മിക ജീവിതത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന നഴ്സുമാരെയും ആരാധനാ സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങളിലും മേഖലകളിലും ജോലി ചെയ്യുന്നവരെയും ദൈവവുമായുള്ള ഐക്യത്തിനെ എതിർ നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരെയും ഈ ലോകസുഖങ്ങളിൽ മുഴുകി ദൈവസ്നേഹം മറന്നുപോയവരെയും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി വിശ്വാസം ത്യജിച്ചവരെയും ദൈവമേ, എല്ലാ നഴ്സുമാരിലേക്കും അങ്ങയുടെ ഉറവറ്റാത്ത സ്നേഹം ഈ നിമിഷം അങ്ങ് ഒഴുക്കണമേ. അങ്ങേ ദൈവിക പദ്ധതിയായ രോഗി ശുശ്രൂഷയിൽ ഞങ്ങളെ പങ്കുകാരാക്കിക്കൊണ്ട് ഒരു നിർമ്മല ജീവിതം നയിക്കുവാനായി ഞങ്ങളെ വിളിച്ച നാഥ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ആധ്യാത്മിക മേഖലകളിൽ മാന്യം സംഭവിച്ച എല്ലാ നഴ്സുമാരെയും ഈ നിമിഷങ്ങളിൽ ദൈവമേ അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ നഴ്സുമാരുടെയും ജീവിതങ്ങൾ വിശുദ്ധമായി തീരുവാൻ ഈ ലോകത്തിലുള്ള എല്ലാ നഴ്സുമാരും വിശുദ്ധരും വിശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തികളുമായി തീരുവാനായി ദൈവമേ അങ്ങയുടെ മഹാകാരുണ്യം ഈ നിമിഷം അവരിലേക്ക് ഒഴുക്കണമേ. നമുക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ആത്മാർത്ഥതയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ശക്തി, അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ മഹാകരുണ ഈ നിമിഷം ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരിലേക്കും ഒഴുകണമേ. ദൈവമേ, യേശു ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന. ഗ്ലോറി, ഗ്ലോറി, റിയ, റിയ. ദൈവമേ നന്ദി. യേശു ആരാധന, യേശു ആരാധന, യേശു ആരാധന. ഈശോയെ നന്ദി, യേശു പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെയും അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ ദിവ്യകൂദാശയിൽ അങ്ങ് ഞങ്ങൾക്ക് എളിമയുടെ പ്രതീകമാണ്. ദൈവവുമായുള്ള സമാനത മുറുകെ പിടിക്കാതെ സ്വയം ശൂന്യനാക്കി ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യജിച്ച് മുറിവേൽക്കപ്പെട്ടവൻ, കുരിശിലേറിയവൻ, അങ്ങയെ ഈ ദിവ്യകാരുണ്യത്തിൽ ഞങ്ങൾ ദർശിക്കുകയും അങ്ങയുടെ സ്നേഹവും സ്നേഹത്താൽ പ്രേരിതമായ എളിമയും ഞങ്ങളിവിടെ വീക്ഷിക്കുന്നു. അങ്ങയുടെ മുമ്പിൽ ഇന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന നഴ്സുമാരെയും ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും ഈ അവസരത്തിൽ ആ എളിമയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഇവരുടെ ജീവിതം മഹത്വപൂർണമായ ഒരു വിളിയാണ്. പക്ഷേ ഈ മഹത്വം കുരിശിലൂടെയാണ്, മഹത്വം വേദനയിലൂടെയാണ്, മഹത്വം മുള്ളുകളിലൂടെയാണ് എന്ന് അങ്ങയുടെ ജീവിതം തന്നെ ഞങ്ങൾക്ക് തെളിവായിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാവിധ വേദനകളെയും
അങ്ങയുടെ വേദനകളോട് ഞങ്ങൾ ഇപ്പോൾ ചേർത്ത് വയ്ക്കുകയാണ്. രോഗം വേദനയാണ്. വേദനയുടെ മുമ്പിലേക്കാണ് ഓരോ ദിവസവും ഓരോ സഹോദരനും ഓരോ സഹോദരിയും അവരുടെ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെന്ന് വീഴുന്നത്. ആ ഭാരം വഹിക്കാനായിട്ടുള്ള അനുഗ്രഹം കർത്താവേ അവർക്ക് നൽകണമേ. കർത്താവേ, ഈ പ്രാർത്ഥനകളെല്ലാം അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. എന്നിവിടെ പ്രാർത്ഥിച്ച എല്ലാവരെയും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും, ലോകത്തിലുള്ള എല്ലാ നേഴ്സുമാരെയും അങ്ങ് അകമഴിഞ്ഞ് അനുഗ്രഹിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരോടുകൂടെ നിരന്തരമായി അങ്ങ് സഹവസിക്കുകയും അങ്ങയുടെ സഹവാസത്തിൻ്റെ ശക്തിയാൽ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങളാൽ, ആത്മാവിൻ്റെ ദാനങ്ങളാൽ അവരെ സമ്പന്നരാക്കി ആത്മാവിൻ്റെ ഫലങ്ങൾ അവരിലും മറ്റുള്ളവരിലും പുറപ്പെടുവിക്കുന്ന നല്ല നഴ്സുമാരായിരിക്കുവാൻ കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അവരെ എല്ലാവരെയും അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ആമേൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. കടാക്ഷം പൂരണമേ വത്സല സുതരി നിർമ്മലരായി ജീവിച്ചിടുവാ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും സങ്കീർത്തനം 70:4 ഇപ്രകാരം പറയുന്നു: അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ. അതെ സഹോദരങ്ങളെ, ഇന്ന് ഈ നിമിഷം അനുഭവിച്ച ഈ സന്തോഷം, ഈ സമാധാനം ഇതിവിടെ അവസാനിക്കാനുള്ളതല്ല. നമ്മുടെ അന്ത്യം വരെ തമ്പുരാൻ്റെ ഈ സ്നേഹം നമ്മുടെ സഹോദരങ്ങളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് തമ്പുരാനെ നിരന്തരം ഉദ്ഘോഷിക്കുവാനുള്ള ഒരു നല്ല ജീവിതമായി മാറുവാൻ നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ, നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമായിക്കൊള്ളട്ടെ, എന്തു നൊമ്പരമുണ്ടെങ്കിലും ഞങ്ങളെ എഴുതി അറിയിക്കുക. prayer@nursesministry.com. നമ്മൾക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ പ്രാർത്ഥനയിൽ ഒന്നിച്ചു കൂടിയ നാം ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ലോകത്തിലുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധയായി, ഒരു വിശുദ്ധനായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും
അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.